Hi, hello, welcome back to our channel. ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട തട്ടുകട ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. മാരിനേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ താഴെ തൊട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് തട്ടുകട ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചതാണ്. നിങ്ങൾക്കിത് ക്രഷ് ചെയ്തത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നല്ല എരിവിന് വേണ്ടി 2 ടീസ്പൂൺ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി, ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് 4 ടീസ്പൂൺ തൈരാണ്. നാല് ടീസ്പൂൺ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി കൂടി ചതച്ചിടാം. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഇന്ന് പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഇത് നല്ല എരിവായതുകൊണ്ട് കൈ ഉപയോഗിക്കുന്നില്ല. നല്ല ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളമൊക്കെ ഒഴിച്ചാൽ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഈ സോയയുടെയും തൈരിൻ്റെയും എല്ലാം ആ ഒരു നനവ് മതി. നന്നായി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഒരു 20 മിനിറ്റിന് ശേഷമേ ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ വേണ്ടി വരും. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ.
ഓക്കെ, നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. തീ മീഡിയം തീയിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. നമുക്കിത് 2 ട്രിപ്പായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി കിടന്ന് ഫ്രൈ ആവട്ടെ. ഓക്കെ, ചിക്കൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് കൂടെ നല്ലവണ്ണം മൊരിഞ്ഞ് വരട്ടെ.